ഹായ് ഡൈലേഴ്സ്, വെൽക്കം ബാക്ക്. മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് 24,350 മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ പോസിറ്റീവ് ആയിരുന്നു. 24,480 വരേക്കായിരുന്നു നമ്മൾ നിഫ്റ്റി ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പോസിറ്റീവ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ബുള്ളിഷ് മാർക്കറ്റിൽ എപ്പോഴും സംഭവിക്കാവുന്ന സിനാരിയോ എന്ന് പറയുന്നത് തുടർച്ചയായ ഗ്യാപ്പ് അപ്പുകളാണ്. അതിനുശേഷം ഡൗൺ സൈഡ് വന്ന് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇന്നും ഏകദേശം സെയിം സിനാരിയോ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇന്നലത്തെ ക്ലോസിംഗ് വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലോസിങ്ങിൻ്റെ അവിടെ നിന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഫസ്റ്റത്തെ ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ പിന്നെ 5-6 ക്യാൻഡിൽ കാര്യമായിട്ട് മൂവ്മെൻറ്റ് തന്നില്ല. സ്പോട്ടിൽ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും പ്രീമിയത്തിൽ മൂവ്മെൻറ്റ് കിട്ടാത്തൊരു കണ്ടീഷനായിരുന്നു. അതിനുശേഷം മാർക്കറ്റിൽ എന്ത് ചെയ്തു, പ്രീമിയം മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ട്രേഡ് എടുത്തത് ഈ ഒരു ലെവൽ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്വിംഗ് ഹൈ വരേക്ക് അല്ലെങ്കിൽ ഈ ലെവൽ വരേക്കാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്രേഡ് നമുക്ക് സ്ട്രെങ്സിൻ്റെ കൂടെ ലെവൽ കിട്ടിയതും ചെയ്തതാണ്. ഇനി നാളെ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. അപ്പം ഡെയിലി ക്യാൻഡിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ 3 ദിവസമായിട്ടും ബുള്ളിഷാണ് മാർക്കറ്റ്, വളരെ ബുള്ളിഷായിട്ടുണ്ട്. ഈ ഒരു ലെവൽ 24,600 എന്നുള്ള ഒരു ലെവൽ, ഇതാണ് പിന്നെ 24,550 അല്ലെങ്കിൽ 24,600 ലെവലുകളാണ് നമ്മുടെ കീ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിൽ കൂടുതൽ സമയം മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് മൾട്ടിപ്പിൾ ടൈംസ് പിന്നെ ഈ ഏരിയ വന്ന് പിന്നെ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നാളെ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് തരാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻ കേസ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ബ്രേക്ക് ചെയ്യാൻ എന്ത് ചെയ്യാം, നമുക്കതിൻ്റെ കൂടെ പോവാം. ചെറിയ ഗ്യാപ്പ് അപ്പിൾ ഇൻസൈഡ് ക്യാൻഡിൽ ഉണ്ടാക്കി അവിടെ ഹോൾഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വലിയ ട്രേഡുകൾ കോൾ സൈഡ് പ്ലാൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഗ്യാപ്പ് ഡൗണുകൾ നമ്മൾ എന്ത് ചെയ്യാം, വലിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മളവിടെ എൻട്രി പ്ലാൻ ചെയ്യാതിരിക്കുക. തിരിച്ച് കയറുമ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് വരെ മാർക്കറ്റ് വരാമെന്നുള്ളത് മാത്രമേ വ്യൂ ഉള്ളൂ. ഇതിന് മേലേക്ക് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അതിന് പകരം നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് ഈ ഒരു ലെവലിലാണെങ്കിൽ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് ബ്രേക്കൗട്ട് കിട്ടാൻ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഏരിയയ്ക്ക് മുകളിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഗ്യാപ്പ് ഡൗണിലുള്ള ട്രേഡുകൾ നമ്മൾ ഒഴിവാക്കുകയാണ്. കാരണം നെഗറ്റീവ് വ്യൂ നമ്മൾ ഇപ്പം നിലവിലില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ ലെവലിൽ എത്തിയാലും നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, മേലേക്ക് മാത്രമേ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ, താഴത്തേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നതാണ്. ഇനി നിഫ്റ്റി ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ നിഫ്റ്റി ബാങ്കാണ് അത്യാവശ്യം നന്നായിട്ട് മൂവ്മെൻറ്റ് തന്നത്. ഫസ്റ്റ് ഓപ്പണിങ് ക്യാൻഡിൽ മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിഫ്റ്റി പോസിറ്റീവായിട്ടാണ് നിഫ്റ്റി ബാങ്ക് തന്നിട്ടുള്ളത്. അപ്പം ഒരു ഹോൾട്ട് ക്യാൻഡിൽ തന്നു, പിന്നെ അതിന് കണ്ടിന്യൂഷൻ കിട്ടുന്ന രീതിയിൽ ചെറിയ ചെറിയ ക്യാൻഡിൽസ് ഫോം ചെയ്ത് കൊടുത്ത് എന്ത് ചെയ്തു, മാർക്കറ്റ് ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് മേലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു 52,500 മുതൽ 52,450, 52,600 എന്നുള്ള ലെവൽ വരെ. പക്ഷെ അത് ഈസി ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്ത് കയറിപ്പോയി. അതിനുശേഷം മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആയിട്ട് നിന്നു എന്നുള്ളതാണ്. അപ്പം നാളേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ നിൽക്കുന്ന ലെവലിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മേലേക്കുള്ള ട്രേഡ് തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങാം. കാരണം ഇവിടെ ഈ ഒരു ലെവൽ ഇപ്പം ഇന്ന് ബ്രേക്ക് ഔട്ട് തന്നപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തപ്പം ഞാൻ കരുതിയത് മാർക്കറ്റ് കുറച്ചുകൂടെ സ്ട്രെങ്ത്തിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് കിട്ടും എന്നുള്ളതായിരുന്നു. പക്ഷെ അത്രയും വലിയൊരു മൂവ്മെൻറ്റ് മാർക്കറ്റ് കാണിക്കാതെ കൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്കിന് ശേഷം കൺസോൾട്ടേറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യാം, നാളെ ഇതിൻ്റെ മുകളിൽ നമുക്ക് എൻട്രി തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 53,000 അല്ലെങ്കിൽ 53,235 എന്നുള്ള ലെവലുകൾ ടാർഗറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നിഫ്റ്റി ബാങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഒരു ലോങ് എൻട്രി പോകാൻ പറ്റുന്ന തരത്തിലുള്ള ട്രേഡുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ബാങ്കിൽ സെക്ടർ ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം ബാങ്കിൻ്റെ ഇൻഡെക്സ് മൂവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം എന്ന് പറയുന്നത്. അതേപോലെ സെൻസെക്സ് ആണെങ്കിൽ 80,845 എന്നുള്ള 81,000 എന്നുള്ള റൗണ്ട് ലെവലിനടുത്ത് വന്ന് നിൽക്കുകയാണ്. സെൻസെക്സും അത്യാവശ്യം നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതലായിട്ട് മൂവ് ചെയ്തത് നിഫ്റ്റി ബാങ്ക് തന്നെയാണ്. ഇപ്പോൾ നാളെ നിഫ്റ്റി ബാങ്ക് എന്ത് ചെയ്യാം, നമുക്ക് കോൾ സൈഡിൽ മാത്രമേ എൻട്രി പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഡൗൺ സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വോളറ്റിലിറ്റി അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ ട്രേഡ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് ഇനി ചെറിയ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആണെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസിൽ ഏതെങ്കിലും ട്രേഡ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യും. അല്ലാത്ത കേസിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ചെറിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മിക്കവാറും ചെറിയ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും ഒരു ഹോൾട്ട് ക്യാൻഡിൽ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഇതിനകത്ത് തന്നെ മാർക്കറ്റ് നിൽക്കാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നിഫ്റ്റി ബാങ്കിൽ അങ്ങനെയാണെങ്കിൽ ട്രേഡ് ചെയ്യുക. ഗ്യാപ്പ് അപ്പിലോ വലിയ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. സെൻസെക്സും പിന്നെ നിഫ്റ്റിയുടെ സെയിം സിനാരിയോ ആണ്. ഈ ഹൈ ബ്രേക്ക് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും, മേലേക്കുള്ള ട്രേഡുകൾ നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല സിനാരിയോ എന്ന് പറയുന്നത് ചെറിയ ഒരു
ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്തിട്ട് റേഞ്ച് ബ്രേക്ക് ഈ ഒരു ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്യുന്നതിനായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 81,500 അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞാൽ 81,800 എന്നുള്ള ലെവൽ വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ 2 ലെവൽ വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല ട്രേഡ് എന്ന് പറയുന്നത് സെൻസെക്സിലായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഡെയിലി ക്യാൻഡിലാണ്. ഇനി 15 മിനിറ്റ് ക്യാൻഡിലേക്ക് സെൻസെക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലോങ് എൻട്രി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മുകളിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഈ 84,000 എന്നുള്ള ലെവൽ റൗണ്ട് ലെവൽ അടുത്തുണ്ടായതുകൊണ്ട് ഈ ഏരിയ ബ്രേക്ക് ഔട്ട് കിട്ടുന്ന സമയത്ത് ഒരുപാട് കോൾ സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യും, പ്രീമിയത്തിൽ ഭയങ്കരമായിട്ട് പമ്പ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ 9,950 അല്ലെങ്കിൽ 955 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കോൾ സെല്ലിക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും ഇത് സെൻസെക്സിൽ. അതല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ട്രേഡൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഒരു ലോ ബ്രേക്ക് 80,211 എന്നുള്ള ലോ ബ്രേക്ക് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഉച്ചയ്ക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിന്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിന്റെ അനാലിസിസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.